ഒരു രോഗം പ്രാർത്ഥനാ ചികിത്സയിലൂടെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പക്ഷേ പ്രാർത്ഥന മാത്രമല്ല, നമ്മൾ മെഡിസിനെയും ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. എന്നാൽ ചില അവസ്ഥകളിൽ പ്രാർത്ഥന കൊണ്ട് മാറുന്ന അസുഖങ്ങളുമുണ്ട്. അപ്പോൾ പ്രാർത്ഥന കൊണ്ട് ഒരു രോഗത്തെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള ഒരു ക്ലാസ്സാണ് ഞാൻ നിങ്ങൾക്കിന്ന് തരുന്നത്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദൈവം സ്നേഹമാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ദൈവം എന്ന് പറയുന്നത് മുഴുവൻ സ്നേഹമാണ്. അപ്പോൾ പ്രാർത്ഥനയിലൂടെ നമ്മൾ ആ ദൈവത്തോട് അടുക്കുകയും ആ ദൈവം നമ്മളെ പൂർണ്ണമായിട്ടും സ്നേഹിക്കുകയും നമ്മളിലേക്ക് സ്നേഹം ചൊരിയുകയുമാണ് ദൈവം ചെയ്യുന്നത്. അപ്പോൾ നമ്മളിലും സ്നേഹമുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹവുമാകുമ്പോൾ ആ സ്നേഹം മൊത്തം നമ്മളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ദൈവസ്നേഹവും പരസ്നേഹവും ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ ആരോഗ്യവാന്മാരാകുന്നതും സന്തോഷത്തോടുകൂടി ജീവിതത്തെ കാണുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഒരു രോഗം മാറ്റിയെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു കാര്യം നേടിയെടുക്കണമെങ്കിൽ പ്രാർത്ഥനയിലൂടെ സാധ്യമാകുന്നത് എങ്ങനെയാണ്, പ്രാർത്ഥന ചികിത്സയിലൂടെ നമ്മൾക്കതിന് എങ്ങനെ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്. അതായത് തോന്നുന്ന സമയത്ത് തോന്നുന്ന രീതിയിൽ പ്രാർത്ഥിക്കരുത് എന്നുള്ളതാണ്. ചില ആളുകൾ പ്രാർത്ഥനയ്ക്ക് ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ കൊണ്ടുപോകുന്നതായിട്ട് കാണാം. അത് നമുക്കിപ്പോൾ രോഗത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയോ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് തോന്നുന്ന സമയത്താകരുത് എന്നുള്ളതാണ്. ചില വീട്ടമ്മമാർ അവരുടെ വീട്ടിലെ ജോലികൾ മൊത്തം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാനിരിക്കുന്നതായിട്ട് കാണാം. ചില ആളുകൾ ഓഫീസ് വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാനിരിക്കുന്നതായിട്ട് കാണാം. എന്നാൽ എപ്പോഴും നല്ലത് നമുക്ക് അതിരാവിലെയുള്ള 4:45 തൊട്ട് 5:30 വരെയുള്ള സമയമാണ് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ തോന്നുന്ന സമയത്ത് തോന്നുന്ന രീതിയിൽ പ്രാർത്ഥിക്കരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശരിക്കും മാനസിക തയ്യാറെടുപ്പോടുകൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തുന്നത് കൊണ്ട് ഈ പ്രാർത്ഥന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായ തയ്യാറെടുപ്പോട് കൂടിയിട്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട്. അതുപോലെ തന്നെ സ്വാർത്ഥതയോടുകൂടിയുള്ള പ്രാർത്ഥന ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഇപ്പോൾ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെയോ പരിചയമുള്ളവരോ ഒരു പ്രാർത്ഥന വിഷയം പറഞ്ഞാലോ അവരെയും എല്ലാം ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് എപ്പോഴും മറ്റുള്ളവർക്ക് ചീത്ത കാര്യങ്ങൾ സംഭവിക്കാനോ മറ്റുള്ളവർ നശിക്കാനോ അവരേക്കാൾ താൻ ഉയരത്തിലെത്തണമെന്നോ ഒന്നും പ്രാർത്ഥിക്കരുത്. മറ്റുള്ളവർക്കും കൂടി ഒരു അവസരം നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരിക്കലും നമ്മൾ ദൈവത്തെ പ്രവർത്തിപ്പിക്കാനായിട്ട് ഇടവരുത്തരുത് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇഷ്ടമല്ല സംഭവിക്കേണ്ടത്. ദൈവം നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ മുകളിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്നുള്ളതാണ്. അല്ലാതെ ഒരിക്കലും ദൈവത്തെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാനായിട്ട് ഒരിക്കലും തുനിയരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാം ദൈവം ചെയ്തു തരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ആരും ഇരിക്കരുത്. അതായത് ഇപ്പോൾ പറയാറില്ലേ താൻ പാതി ദൈവം പാതി എന്ന്. അതുപോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കുക, ഒരു 80% പ്രവർത്തിക്കുക അല്ലെങ്കിൽ 50% ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന് ശേഷം നമ്മളത് ദൈവത്തിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു അസുഖം തീവ്രമാണെങ്കിൽ അതിന് മെഡിസിൻ എടുത്തിട്ട് നമ്മൾ ദൈവത്തോട് അതിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഒരു എക്സാം എഴുതാനും ഒരു കാര്യം നടക്കുന്നതിനും അതിനു വേണ്ടിയിട്ട് പകുതിയോളം പ്രവർത്തിച്ചതിന് ശേഷം മാത്രം ദൈവത്തിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രകൃതിക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യരുത് എന്നുള്ളതാണ്. പ്രകൃതിക്ക് വിരുദ്ധമായി ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കരുത്. കാരണം ഈ പ്രകൃതി എന്ന് പറയുന്നത് ജീവനുള്ളതാണ്, അതിനും അതിൻ്റേതായ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രകൃതിയിൽ സംഭവിക്കാനുള്ളത് പ്രകൃതിയിൽ സംഭവിക്കും. അപ്പോൾ പ്രകൃതിക്ക് വിരുദ്ധമായി ഒരിക്കലും പ്രാർത്ഥിക്കരുത് എന്നുള്ളതാണ്. അതുപോലെ മനസ്സിനും ശരീരത്തിനും വിശ്രാന്തി നൽകുന്നതായിരിക്കണം പ്രാർത്ഥന. സമാധാനവും സന്തോഷവും കൈവരുത്താനായിട്ട് നമുക്ക് പ്രാർത്ഥനയിലൂടെ കഴിയണം എന്നുള്ളതാണ്. അതായത് മനസ്സ് എപ്പോഴും മൂടിക്കെട്ടിയിരുന്ന് പ്രാർത്ഥിക്കരുത്. മനസ്സ് ശാന്തമാക്കി ഇരുന്നു കൊണ്ട് സന്തോഷപൂർവ്വം ഇരുന്ന് പോസിറ്റീവായ ചിന്താഗതിയോടുകൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾ ഏത് കാര്യവും സാധിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷെ അതിൻ്റേതായിട്ടുള്ള ചില റൂൾസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ടൂൾസ് ഓഫ് പ്രെയർ എന്ന് കരുതാവുന്നതാണ്. അതൊരു പ്രെയറിൻ്റെ ടൂൾസുകളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്.